أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جود من جاد الوجود وجوده جاد الجوى جمعا وفرقا بعد جمع للرجال جال. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഉമ്മത സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരിൽ നല്ലവരെ മാറ്റുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, മുസ്ലിമീങ്ങളായ എല്ലാവരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമാണ്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നത് വരെ ഒരാളും പരിപൂർണമായ മുഅ്മിനാവുകയില്ല. ഒരാൾ അയാളുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ട് നടന്നാൽ അയാളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. എന്തേ കാരണം? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് ഒരു സഹാബി കടന്നു വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, മദസ്സാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്? ആ സമയത്ത് ഹബീബായ തങ്ങൾ ആ സഹാബിയോട് ചോദിക്കുകയാണ്, മാ അഅദത ലഹാ, ആ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ അതിനു വേണ്ടി നീ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? അപ്പോൾ ആ സഹാബി പറയുകയാണ്, കൂടുതലായി നിസ്കരിച്ചതൊന്നും എനിക്ക് പറയാനില്ല, കൂടുതലായി നോമ്പ് നോക്കിയിട്ടുണ്ടെന്നും എനിക്ക് പറയാനില്ല, കൂടുതലായി സാലിഹായ അമലുകൾ ചെയ്തതൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നു നബിയേ. ഇതെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ്. ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ അത്രയും ഒരു സന്തോഷമുള്ള ദിവസം അതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടേ ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരുടെ ഖൽബ് കൊണ്ട് അങ്ങേയറ്റം ഇഷ്ടം വെക്കുന്നവരായിരുന്നു. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി തൂക്കുമരത്തിൽ കയറ്റിട്ട് മുശ്രിക്കീങ്ങൾ പറയുകയാണ്, ഓ ഖുബൈബേ, ഈ തൂക്കുമരത്തിൽ നിന്ന് നീ രക്ഷപ്പെടണോ? നിന്റെ നേതാവായ മുഹമ്മദില്ലേ, ആ മുഹമ്മദിനെ നീ കുറ്റം പറയണമെന്നില്ല, ആക്രമിക്കണമെന്നില്ല. അതേ സമയത്ത് ഈ തൂക്കുമരത്തിൽ നിന്റെ മുഹമ്മദായിരുന്നാൽ നന്നായിരുന്നു ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. ഇതെന്ന് കേൾക്കുമ്പോൾ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ ജനങ്ങളെ, എന്റെ ശരീരത്തിൽ നിന്ന് ഓരോ അവയവത്തെയും ഇഞ്ചിഞ്ചായി മുറിച്ചെടുത്താലും, എന്റെ രക്തം മുഴുവനും ഊട്ടി കുടിച്ചാലും, എന്റെ കരളിന്റെ കഷ്ണമായ പൊന്നാര പൊന്നുമുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ചെറിയ മുള്ളു തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റൂല. പണ്ഡിതന്മാരൊക്കെയും അവരുടെ ആഖിറം വിജയിക്കാൻ വേണ്ടി കണ്ടുവെച്ചത് ഹബീബായ തങ്ങളോടുള്ള ഹബ്ബ് മാത്രമായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞങ്ങൾ ഹബീബായ തങ്ങളോട് ഹബ്ബ് വെക്കണം. അല്ലാഹു അങ്ങനെയുള്ള ഖൽബ് തരുമാറാകട്ടെ. റഹ്മാൻ റഹീമിന രാജസീന തമ്പുരാനെ, പാപികളാണ് ദോഷികളാണ് അല്ലാഹ്, അറിഞ്ഞിട്ടും അറിയാതെ ചെയ്ത ദോഷങ്ങളെ മാഫാക്കണ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണ അല്ലാഹ്. ഞങ്ങൾക്ക്
പഠിപ്പിച്ച ഉസ്താദുമാർക്ക്, സഹായിച്ചവർക്ക്, സഹകരിച്ചവർക്ക്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്ക്, ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാർക്ക് എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും ഖുവ്വത്തും ഇഫ്ഫത്തും നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.